വേടനെതിരെ ബലാത്സംഗ പരാതിയുമായി യുവതി രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. വേടൻ്റെ മുൻകൂർ ജാമ്യം ഈ വരുന്ന 18-ാം തീയതിയാണ് ഹൈക്കോടതി പരിഗണനയിൽ വരുന്നത്. വേടനെ എതിർത്തും അനുകൂലിച്ചും നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. വേടനെ അനുകൂലിക്കുന്നവർ പറയുന്നതും വേടൻ കുറ്റക്കാരനാണെങ്കിൽ നിർബന്ധമായും ശിക്ഷിക്കപ്പെടണം, ഇരയായിട്ടുള്ളവർക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ്. എന്നാൽ വേടനെ സാമൂഹികമായി ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടരാണ് കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ വേടൻ ആണെന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ലജിത്ത് എന്നൊരു പ്രൊഫൈലിൽ വന്നൊരു കുറിപ്പ് നോക്കാം. അതിക്രൂരമായി സെക്സ് ചെയ്ത് ബ്ലീഡിംഗ് വരുത്തിയവൻ, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവൻ. അപ്പോൾ അങ്ങനെ ഒരുത്തൻ കല്യാണം കഴിക്കാതെ അവനായിട്ട് ഒഴിഞ്ഞുപോയാൽ ജീവിതം രക്ഷപ്പെട്ടു എന്നല്ലേ കരുതേണ്ടത്? ഇങ്ങനെ പ്രശ്നക്കാരനായ ഒരുത്തൻ വിവാഹം കഴിക്കാതെ അതിൻ്റെ നിന്ന് പിന്മാറിയതിൻ്റെ പേരിൽ പരാതി കൊടുത്തതിൻ്റെ ലോജിക് എന്താണ്? വിവാഹ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷേ ആ സെക്ഷൽ റിലേഷൻഷിപ്പ് ക്രൂരമായിരുന്നു, വയലൻസ് ഉണ്ടായിരുന്നു, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പെരുമാറ്റ വൈകല്യമുള്ള ഒരാളാണെന്ന് തിരിച്ചറിയുന്നു. ഇതൊക്കെയാണ് ആരോപണങ്ങൾ. അങ്ങനെയായ ഒരാൾ തന്നെ വിവാഹം കഴിക്കാം എന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാതെ ഇരിക്കുമ്പോൾ അതിനെതിരെ പരാതി കൊടുക്കുമ്പോൾ മനസ്സിലാകുന്നത് അയാൾ അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിലും തന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നല്ലേ? അങ്ങനെയുള്ള ഒരാളുമായി വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയല്ലേ? വിവാഹ വാഗ്ദാനം അയാൾ പാലിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അയാൾക്കെതിരെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളൊന്നും പരാതിക്കാരികൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പരാതിയുടെ മൂലകാരണം വിവാഹ വാഗ്ദാനം പാലിച്ചില്ല എന്നത് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. വേടൻ ഈ പാട്ടിലേക്ക്, ആ മേഖലയിലേക്ക് കയറി വന്നപ്പോൾ അതുമൂലം മത്സരം നേരിടേണ്ടി വന്ന, പാട്ടിനിടയിൽ രാഷ്ട്രീയം പറയുന്ന ഒരു പാട്ടുകാരൻ വേടനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ചില സൂചനകളുണ്ട്. അയാളുടെ സുഹൃത്തായ സിനിമാ മേഖലയുമായി ബന്ധമുള്ള കഥാകൃത്തായ ഒരാളാണ് വേടനെ സാമൂഹികമായി ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇരകളുടെ ഇൻ്റർവ്യൂ പുറത്തുവിടുന്ന മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നു. വേടനെ വേട്ടയാടാൻ പലരും രംഗത്തുണ്ട്. പേഴ്സണൽ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആക്ഷേപം നേരിടേണ്ടി വരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാന കക്ഷിയായിരുന്ന, കള്ളപ്പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരു കുലീന ക്രൈസ്തവ സ്ത്രീ നേതൃത്വം കൊടുക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വേടൻ ഉച്ചാടനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ലാജിത്തൻ്റെ പോസ്റ്റിൽ ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വേടനെതിരെയുള്ള പരാതികൾ അന്വേഷിക്കപ്പെടണം. പോലീസ്, കോടതി, നിയമ സംവിധാനങ്ങളിലൂടെ അതിന് കൃത്യമായി പരിഹാരമുണ്ടാകണം. വേടൻ കുറ്റക്കാരനാണെങ്കിൽ നിർബന്ധമായും അയാൾ ശിക്ഷിക്കപ്പെടണം. ഇരയായിട്ടുള്ളവർക്ക് നീതി ലഭിക്കുകയും വേണം. വേടനെതിരായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രൊഫഷണൽ ജലസിയുണ്ട്, സാമുദായിക കാരണങ്ങളുമുണ്ട്. വേടൻ ഉയർത്തുന്ന വളരെ ഗൗരവതരമായ ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയുടെ രാഷ്ട്രീയത്തോടുള്ള പ്രശ്നങ്ങളുണ്ട്, ജാതിയുമുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. ആ രീതിയിൽ സംഘപരിവാർ ഉൾപ്പെടെ ഒരു വലിയ കോക്കസ് കൃത്യമായി വേടനെതിരെ രംഗത്തുണ്ട്. സിനിമാ നടൻ സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയും ഒക്കെ ഉയർന്നു വന്ന പരാതികൾ കൃത്യമായ പരിചയം പോലുമില്ലാത്ത, പ്രണയബന്ധം പോലുമില്ലാത്ത സ്ത്രീകളെ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ്. വേടനെതിരെ ഉയർന്നതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ടുള്ള പരാതികളാണ് അതൊക്കെ. അതിലൊന്നും രോഷം കൊള്ളാത്തവരാണ് വേടൻ്റെ ചോരക്കായി ഇപ്പോൾ മുറവിളി കൂട്ടുന്നത്. പാട്ടിലൂടെ സ്വന്തം കാര്യം മാത്രം നോക്കാതെ കീഴ്ത്തട്ടിലുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങളാണ് വേടൻ പറഞ്ഞതും പാടിയതും. അത് ദഹിക്കാത്ത വലിയൊരു വിഭാഗം ഇവരുണ്ട്. വേടനെതിരെ കൊലവിളി ഉയർത്തുന്നതും അവരൊക്കെ തന്നെയാണ്. കേസിൽ വാദം കേട്ട് കോടതി എന്തായാലും ഒരു തീരുമാനമെടുക്കും. പക്ഷേ ഇപ്പോൾ പലരും ഈ കേസിൻ്റെ പേര് പറഞ്ഞ് വേടൻ്റെ അമ്മയെയും സഹോദരിയെയും വരെ അപമാനിക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. വേടൻ എവിടെയും അതിക്രമിച്ച് കയറി ലൈംഗിക പരാക്രമം നടത്തിയിട്ടില്ല. ആ ബന്ധങ്ങൾ നടക്കുന്ന സമയത്ത് ഉഭയകക്ഷി സമ്മതം ഉണ്ടായിരുന്നു. പിന്നീടുള്ള വാഗ്ദാന ലംഘന കേസ് കോടതി തീരുമാനിക്കും. പക്ഷേ ഇപ്പോൾ ചിലർ നടത്തുന്നത് വേടനെതിരെയുള്ള വ്യക്തിഹത്യ മാത്രമല്ല, ഇതൊരു വംശഹത്യ ആണെന്നതിനെ പറയേണ്ടി വരും. എന്നാൽ അത് ഒരു വിഭാഗം ആളുകൾ മാത്രം തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യവുമല്ല. നിയമപ്രകാരമുള്ള നടപടികൾ വേടൻ നേരിടുക തന്നെ വേണം എന്ന് കരുതി അയാളെയും അയാൾ ഉയർത്തുന്ന ശബ്ദത്തെയും ഇല്ലാതാക്കാമെന്ന വ്യാമോഹം നടക്കാനും പോകുന്നില്ല.